അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികളെ അപലപിച്ച് ഇറാൻ. അമേരിക്കയ്ക്കെതിരെ നടപടിയെടുക്കാൻ UN സുരക്ഷാ കൗൺസിലിനോട് ഇറാൻ ആവശ്യപ്പെട്ടു. രാജ്യത്തിനെതിരെ സൈനിക ആക്രമണം നടത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കെതിരെ ഐക്യരാഷ്ട്രസഭയിൽ ഇറാൻ പരാതി നൽകിയിട്ടുണ്ട്. ട്രംപിന്റെ വീണ്ടുവിചാരമില്ലാത്ത ഭീഷണികളെ അപലപിച്ചുകൊണ്ട് ഇറാനിയൻ അംബാസിഡറും UNലെ സ്ഥിരം പ്രതിനിധിയുമായ അമീർ സയ്യിദ് ഇറവാനി UN സെക്രട്ടറി ജനറലിന് കത്തയച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ട്രംപിന്റെ ഭീഷണി ഐക്യരാഷ്ട്രസഭയുടെ തത്വങ്ങളുടെയും ഉദ്ദേശങ്ങളുടെയും ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ ആണവായുധ പദ്ധതി തുടരുകയാണെങ്കിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇറാൻ വീണ്ടും ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുന്നതായി ഞാൻ കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ തകർക്കേണ്ടി വരും. നമ്മൾ അവരെ തകർക്കും. മിസൈൽ പദ്ധതി തുടരുകയാണെങ്കിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തും. ഇങ്ങനെയാണ് ട്രംപ് പറഞ്ഞത്. ഈ പരാമർശങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരായ ഭീഷണിയെയും ബലപ്രയോഗത്തെയും വിലക്കുന്ന UN ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 2(4) നേരിട്ടുള്ള ലംഘനമാണെന്നാണ് അമീർ സയ്യിദ് ഇറവാനി പറഞ്ഞത്. 2025 ജൂൺ 13-നും 24-നും ഇടയിൽ ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേൽ ഭരണകൂടവും നടത്തിയ നിയമവിരുദ്ധമായ ആക്രമണം കണക്കിലെടുത്ത് ട്രംപിന്റെ ഭീഷണികളുടെ ഗൗരവം വിലയിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമേരിക്കയ്ക്ക് അന്താരാഷ്ട്ര ഉത്തരവാദിത്തമുണ്ടെന്ന ഉദ്ദേശത്തോടെയുള്ള നിയമവിരുദ്ധമായ പെരുമാറ്റ രീതി തുടരുമെന്നതിനുള്ള ഭീഷണിയാണ് ട്രംപിന്റെ പരാമർശങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. UN ചാർട്ടറിനും അന്താരാഷ്ട്ര നിയമത്തിനും കീഴിലുള്ള ബാധ്യതകൾ പാലിക്കാൻ, എല്ലാ ഭീഷണികളും ബലപ്രയോഗങ്ങളും അവസാനിപ്പിക്കാൻ, UNന്റെ ഉദ്ദേശങ്ങൾക്കും തത്വങ്ങൾക്കും അനുസൃതമായ രീതിയിൽ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരം അംഗമെന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനും ഐക്യരാഷ്ട്രസഭ USനോട് ആവശ്യപ്പെടണം, അമീർ സയ്യിദ് ഇറവാനി പറഞ്ഞു. അതേസമയം ഡോളറിനെതിരെ ഇറാൻ കറൻസിയുടെ മൂല്യം കൂപ്പുകുത്തിയതോടെ രാജ്യത്ത് ആരംഭിച്ച പ്രക്ഷോഭം തുടരുകയാണ്. തലസ്ഥാനമായ തെഹ്റാനിൽ ആരംഭിച്ച പ്രക്ഷോഭം മറ്റു പ്രധാന നഗരങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. സുരക്ഷാ സേന പ്രതിഷേധ പ്രകടനങ്ങളെ പലയിടത്തും അടിച്ചമർത്തുന്നുമുണ്ട്. കണ്ണീർവാതകമടക്കം പ്രയോഗിച്ച് പോലീസ് പ്രക്ഷോഭകരെ നേരിടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തെഹ്റാനിലെ 7 സർവകലാശാലകൾ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള 10 സർവകലാശാലകളിൽ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതായി വാർത്താ ഏജൻസിയായ ഇൽന റിപ്പോർട്ട് ചെയ്തിരുന്നു. വിദ്യാർത്ഥികളടക്കം നിരവധി പ്രക്ഷോഭകർ കസ്റ്റഡിയിലായിട്ടുമുണ്ട്. മുദ്രാവാക്യങ്ങളിൽ ചില പ്രതിഷേധക്കാർ ഭരണമാറ്റത്തിനും പഹ്ലവി യുഗത്തിലേക്ക് മടങ്ങുന്നതിനും ആഹ്വാനം ചെയ്തു. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്തുണയുമായി അമേരിക്കയും ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. തെഹ്റാൻ സർവകലാശാലയിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങൾ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇറാനിലെ ജനങ്ങൾ അവരുടെ അവകാശങ്ങളും ഭാവിയും സുരക്ഷിതമാക്കാൻ പോരാടുകയാണെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.